الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أحب الأعمال إلى الله تعالى أدومها وهم قلا. നബി സ്വല്ലല്ലാഹു അലൈഹി പറയുണ്ടായി, പതിവായി നാം ചെയ്തു വരുന്നത് കുറച്ചുകൾ ചെയ്യാം. പതിവായി സുബഹ് ശേഷം മദർമാരുടെ പള്ളിയിൽ എന്ത് ചെയ്യാറുണ്ട്? ഖുർആൻ ഓതി പഠിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്. അവിടെ എന്തില്ല, ഇന്നില്ല. കാരണം അവിടെ ശുദ്ധീകരണമാണ്. കാരണത്താൽ അതിൻ്റെ കുറച്ച് നമ്മൾ ചെയ്യാം. ഒരു ഫാത്തിഹ ഓതി നമ്മൾ അങ്ങനെ ഒന്ന് രണ്ട് ഉപദേശങ്ങൾ ഞാൻ ചെയ്യുന്നു, നിങ്ങൾക്ക് കേൾക്കുന്നു. കാരണം എന്തേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന അല്ലമഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. എന്താണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന അല്ലമഹു. നിങ്ങൾ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. നമ്മളെന്ത് വേണം? ഉത്തമന്മാരുടെ കൂട്ടത്തിൽ ആവണമെങ്കിൽ ഖുർആൻ എപ്രകാരമാണോ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഏതുമാതിരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർ ഓതി കേൾപ്പിച്ചു. അപ്രകാരം അക്ഷരശുദ്ധിയോടുകൂടി നീട്ടി മനുഷ്യനോട് മണിച്ച് ഒഫിയനോട്ട് ഒഫിയത് മഹർജികൾ സിഫത്തുകളൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധകൾ മദ്ദുകൾ ഇഖ്വാകൾ ഇദ്ഗാമുകൾ ഇദ്ഹാറുകൾ ഖിലാബുകൾ നിയമങ്ങളൊക്കെ സൂക്ഷിച്ചായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. സയാ ആ കാരണം എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, നീട്ടി മണിച്ച് ഓതാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. നീട്ടി മണിച്ച് ഓതാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അപ്പൊ നീട്ടി മണിച്ചാണ് ഓതേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടത് തന്നെ മണിക്കേണ്ടത് തന്നെ അത് നോക്കി മനസ്സിലാക്കണം. ഒരത്തിൽ ഖുർആൻ തെറ്റിയില്ല. സാവകാശത്തില് അക്ഷരസ്ഫുടതയോടുകൂടി ആണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇങ്ങനെയോ അവതരിപ്പിച്ചത് അപ്രകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർക്ക് ഓതിക്കേൽപ്പിച്ചു. സാഹിബന്മാരും ചെയ്തു അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും പഠിച്ചു. അങ്ങനെ സാഹിബന്മാരിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അപ്രകാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓതി പഠിക്കേണ്ടത് അതേപോലെ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എന്ത് നഷ്ടപ്പെടല്? സ്വർഗം. ആരെ പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. വൽ അസ്ർ, കാലിന്റെ സത്യം, ഇന്നൽ ഇൻസാന ഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാവുന്നു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. ഈമാൻ കാര്യങ്ങളും വിശ്വസിക്കണം. ഖുർആനും ഹദീസിലും ഒക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് അള്ളാഹു വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ വിശ്വസിക്കേണ്ടത് പഠിപ്പിച്ചു തന്നു. പരലോകത്തിൽ വിശ്വസിക്കണം. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അത് വിശ്വസിക്കണം. അവിടെ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്. നരകത്തിൽ രക്ഷ കിട്ടണമെങ്കിൽ എവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമലുകൾ ചെയ്യണം. മനസ്സിലായാ? അവിടെ പോയിട്ട് ഇങ്ങനെ മണ്ണുള്ള ആരെങ്കിലുണ്ടോ? ഇല്ല. അപ്പം അള്ളാഹു തആല പറഞ്ഞുതരാം, മരിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് ജീവിതമുണ്ട്. അപ്പം ആ കാഫിര്യങ്ങൾക്ക് സംശയമായിരുന്നു. എന്ത്? മരിച്ചതിന് ശേഷം ജീവിതം മണ്ണായിപ്പോയി, എന്ത് ജീവിതം? അപ്പം അള്ളാഹു എന്താ ചോദിക്കേണ്ടത്? നിങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങളെപ്പം ഉണ്ടായില്ല, നിങ്ങളമ്മ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങളെവിടെയായിരുന്നു? ഇല്ലായ്മയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു അറിയപ്പെട്ട ഒരു വസ്തു അല്ലാത്തൊരു കാര്യം വന്നിട്ടില്ലേ? നമുക്ക് വന്നില്ലേ? നമ്മളിപ്പല്ല അമ്മല്ല. നിങ്ങളെവിടെയായിരുന്നു? എൻ്റെ പല്ല അമ്മല്ല. ഞാൻ എവിടെയായിരുന്നു?
അള്ളാഹുവിൻ്റെ അടുക്കലായിരുന്നു. അത് ഇല്ലായ്മ എന്ന് അള്ളാഹുത്തിൽ നമ്മൾ സൃഷ്ടിച്ചു. അങ്ങനത്തെ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? നാളെ പരലോകത്തെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ മരിച്ചിലെ കാര്യങ്ങൾ അവിടെ വന്നുകളാം, പരലോകത്തും ഇല്ല. പക്ഷെ അള്ളാഹുത്താൽ എന്ത് ചെയ്തു? നമുക്ക് ഖുർആനിൽ പറഞ്ഞു തന്നു. എന്ത്? മരണശേഷം ഇനിയും കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി മാരിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തോളെയും ഇനി മാരി ജീവിച്ചോളെയും. അപ്പോൾ അവിടെ സ്വർഗം കിട്ടും. ഇനി വിരോധിച്ച കാര്യങ്ങൾ വിട്ടിക്കുക, കൽപ്പിച്ച നിർബന്ധ കൽപ്പന ജീവിച്ച് പാത്രമാക്കാം, ഇന്നത്തെ കാരണം കഴിഞ്ഞത്ര കൊണ്ടുവരിക. എന്തുണ്ട്? അവിടെ സ്വർഗം കിട്ടും. മനസ്സിലായ? പക്ഷെ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? മണ്ടിയാണ്. ഖുർആൻ അർത്ഥങ്ങൾ വായിച്ച് പഠിക്കുന്ന പറയുമ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കറങ്ങാണ്ട് എന്ത് ചെയ്യുന്നു? ഒളിച്ചോടുകയാണ്. സിംഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കഴുതകളെ പേടിച്ചു ഓടണമായിരിക്കും. ഖുർആൻ വായിച്ച് പഠിക്കണം, അർത്ഥങ്ങളോട് വായിച്ച് പഠിക്കണം. അത് യുടെ ഹദീസ് പഠിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിന് പഠിപ്പിച്ചു കൊടുത്തു. മാ അന സാബി, ഞാൻ എൻ്റെ സാഹിബ് ഏതൊരു മാർഗം ആ മാർഗം അത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ആ അർത്ഥങ്ങളൊന്നും വായിച്ച് പഠിക്കേണ്ടതില്ല. ഓതിയ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം. ഞങ്ങളാണ് ഇവിടെ ദീൻ്റെ ആൾക്കാർ, സംസ്ഥക്കാർ, ബാക്കിൻ്റെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ ആര് പഠിപ്പിച്ചതില്ല? പറഞ്ഞതില്ല. അള്ളാഹ് പറഞ്ഞതില്ല, അള്ളാഹ് റസൂൽ പറഞ്ഞതില്ല. മനസ്സിലായ? കാരണം അറബികൾക്കാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആന് അവർക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. നബിസ്വല്ലാഹു അറബിയാണ്, അവരുടെ ഭാഷയിലാണ്. ഇപ്പം നമ്മൾ ഭാഷയിൽ മലയാളത്തിൽ നമ്മൾ ഖുർആൻ ഇറങ്ങിയാൽ നമുക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന മാതിരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. അറബിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. മക്കയിലുള്ള ആളുകൾക്ക് അറബികളാണ്. അപ്പോൾ അതിനോട് അവർക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല. വിശീകരണം നബി പഠിപ്പിച്ചു കൊടുത്തു ഹദീസുകൾ കൊണ്ട്. അങ്ങനെ 10 ആയത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? അവർ പഠിക്കും. എന്നാൽ അതുകൊണ്ട് എന്തൊക്കെയാണ് അമൽ ചെയ്യേണ്ടത് അതുകൂടി പഠിച്ചിട്ടാണ് പിന്നെ 10 ആയത്ത് പഠിച്ചിരുന്നത്. അങ്ങനെ ഖുർആനിൽ പഠിച്ചിരുന്നത്. മനസ്സിലായ? അപ്പോൾ അർത്ഥം നമുക്ക് അറിയാതിരുന്നാൽ നമ്മൾ ഖബറിൽ ചോദിക്കും, ആയിക്ക അപ്പോൾ എൻ്റെ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? മറുപടി അറുപത്തി കിതാബല്ല ആമൻ സ്വത്തുക്കധികം മറുപടി വരണം. മനസ്സിലായ? ഞാൻ അള്ളാഹു ഇരുന്ന് വായിച്ചു പഠിച്ചു, ഞാൻ വിശ്വസിച്ച് അർത്ഥം അറിയണ്ടേ? സ്വദ്ദഖത് ബിഹി എന്നാൽ ആ ഖുർആൻ അനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അമൽ ചെയ്യാൻ പഠിപ്പിച്ചു അത് നമ്മൾ ജീവിതത്തിൽ പാഠ്യമാക്കണം. അപ്പോഴേ മറുപടി പറയാൻ പറ്റുള്ളൂ. മറുപടി പറഞ്ഞാൽ സ്വർഗ്ഗത്തിന് കവാടം തുറന്നു വെച്ചു. അവർ പറഞ്ഞിട്ടെങ്കിൽ ലാതിരി അർത്ഥം പറഞ്ഞാൽ നമുക്ക് ആമന്ത് ബി പറയാൻ പറ്റുമോ? ഇല്ല. വസത്ത് ബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പാഠ്യമാക്കാതെ ജീവിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ അടിക്കും. എന്തുകൊണ്ടായിരിക്കും? ഹാ 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 എന്ന് പറയും. എല്ലാവരും പറയും, ഞാനും പറഞ്ഞു പറയും. അപ്പോൾ ദുണ്ടുകൊണ്ടടിച്ചും നരകത്തിൽ നിന്നാണ് അപ്പോൾ അത് തുറന്നിച്ചിരുക. അപകടമാണ്. ഇന്നലെ വിചാരണ സമയത്ത് പരലോക മനുഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടും. അതിൻ്റെ അറിവുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കും നമ്മളോട്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഞാൻ പഠിച്ചു, മറ്റു പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഞാൻ ചോദിച്ച ആയത്ത്. എന്താണ്? ലാസർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ഹുസർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലാമനും വിശ്വസിച്ചൊരു ഒഴികെ. അപ്പം എങ്ങനെ വിശ്വസിക്കേണ്ടത് ഖുർആൻ പഠിപ്പിച്ചു വന്നു, അള്ളാഹ് റസൂൽ പഠിപ്പിച്ചു വന്നു. ആ ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കുമെങ്കിലല്ലേ നമ്മൾ അത് വിശ്വാസം നമുക്ക് പൂർത്തിയുള്ളൂ. അള്ളാഹുവിനെ കൊണ്ടെങ്കിലും വിശ്വസിക്കണം, മലക്കുകൾ കൊണ്ടെങ്കിലും വിശ്വസിക്കണം, പ്രവാചകൻ കൊണ്ടെങ്കിലും വിശ്വസിക്കണം, വിശുദ്ധ ഖുർആൻ കൊണ്ടെങ്കിലും വിശ്വസിക്കണം, അന്ത്യനാൾ കൊണ്ടെങ്കിലും വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വാസപരമായ കാര്യം പൂർത്തിയാണെങ്കിൽ എന്ത് വേണം? ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കണം. മനസ്സിലായ? അങ്ങനെ ഇന്നൽ ഇൻസാൻ ഇല്ലല്ലാമനു വിശ്വസിച്ചൊഴികെ വാമിൽ സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൽ എങ്ങനെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരായത്ത് സാഹിബ് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. എങ്ങനെ പഠിച്ചിരുന്നത്? 10 ആയത്തിൽ പഠിച്ചിരുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് പഠിപ്പിച്ചു. അങ്ങനെ 10 ആയത്തിൽ വീണ്ടും പഠിച്ചത്. മനസ്സിലായ? അപ്പോൾ ആ കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണം അതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ നിസ്കരിച്ചോളി, നോമ്പ് വെച്ചോളി, ഹജ്ജ് ചെയ്തോളി, സക്കാത്ത് കൊടുത്തോളിന്നുള്ളൂ. എങ്ങനെ നിസ്കരിക്കേണ്ടത്, എങ്ങനെ നോക്ക് മുമ്പ് വെക്കേണ്ടത് ഖുർആനില്ല. അപ്പം നമ്മൾ എന്ത് വേണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനെങ്ങനെ നമസ്കരിച്ച് കാണിച്ചു അങ്ങനെ നിസ്കരിച്ചോളി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക. അതുമുതൽ എന്ത് ചെയ്തു? ഹജ്ജ് വരെ. ഹജ്ജാണ് അവസാനം നിർബന്ധമാക്കിയത്. അത് നിർബന്ധമാക്കിയത് നമസ്കാരം, ഒടുവിൽ ഹജ്ജ്. ഹജ്ജ് എന്ത് ചെയ്യുന്നത്? പൊതു മനാസിക്കും ഇനി ഹജ്ജ് കർമ്മങ്ങൾ ഇന്നും സ്വീകരിക്കുക. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പഠിപ്പിച്ചു വന്നു. അത് പ്രകാരം സാഹിബ് തന്നെ പ്രവർത്തിച്ചു. മനസ്സിലാകണ്ട? പലരും മനസ്സിലാകണ്ട. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഖുർആൻ അർത്ഥങ്ങൾ വായിച്ച് പഠിക്കണം. അല്ലാതിരുന്നാലോ അവൻ ആരാന്ന് ഫൈനലോ മാൻഷൻ തങ്ക
സൂറത്ത് വാഹിദ് അല്ലാഹു പറഞ്ഞു, എൻ്റെ ഈ ഉത്ഭവം ഞാൻ തിരിഞ്ഞു കളഞ്ഞത്, അത് കണ്ണോട് നോക്കി അത് അർത്ഥം ഉൾക്കൊണ്ട് അത് വിശ്വസിച്ച് അതിനെ കൊണ്ട് എങ്ങനെയാണ് അമൽ ചെയ്യുന്നത് പഠിക്കാതിരുന്നാൽ ഫൈനൽ ഹൂ മാഷൻ വാങ്ങിക്കുക, ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ചെയ്യാൻ താമ പരലോകത്ത് എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഉയർത്തിരിക്കുന്ന സമയത്ത് കണ്ണ് കാഴ്ച ഇല്ലാത്തവരായും കൊണ്ട് ഉയർത്തിരിപ്പിക്കുക. അവൻ ചോദിക്കും, റബ്ബിൽ ആമ, എന്താ കണ്ണിന് കാഴ്ച ഇല്ലാത്തതായി ഇല്ലോ ഉയർത്തിരിപ്പിച്ചത്? അത് കൊണ്ട് ബസീറ, കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ ദുനിയാവില്, എന്താ എനിക്ക് കണ്ണിനിപ്പോൾ കാഴ്ച ഇല്ലാത്തത് ചോദിക്കും. കാലക്കഥാല ഇത് പറഞ്ഞ് ശരി തന്നെയാണ്. അത്രക്കും ആയാത്തിന എൻ്റെ ആയത്തിന് നിങ്ങൾക്ക് വന്നെത്തി. രസീത, നീ മറിഞ്ഞു, അത് പഠിച്ചില്ല, വായിച്ചില്ല, കണ്ണൂർ നോക്കിയില്ല, ചെല്ലി പറഞ്ഞില്ല, ജീവിതം വായിച്ച് പഠിച്ചില്ല, അർത്ഥം പഠിച്ചില്ല, അതിനെക്കുറിച്ച് വിശ്വസിച്ചില്ല, അതിന് കർമ്മങ്ങൾ എങ്ങനെയാണ് സ്വഭാവം പഠിപ്പിച്ചു അപ്രകാരം പ്രവർത്തിച്ചില്ല, നീ മറന്നു കളഞ്ഞു. നീ എന്ത് ചെയ്തു? സിംഹത്തിൽ നിന്നും കഴുത ഓടിപ്പോടമായി ഓടിപ്പോയി. ഫറദുൻ ഖസ്വറ, ആര്? കഴുത സിംഹത്തിന് ഓടിപ്പോണമായില്ലേ, ഇത് അർത്ഥം പഠിക്കാനോ ഒന്നും ഇന്നില്ല, നീ വിസ്മരിച്ചു കളഞ്ഞു. തുൻസ, അപ്രകാരം നിന്നെയും വിസ്മരിക്കപ്പെട്ടു, വിസ്മരിപ്പെടും. നമ്മൾ പറയാറില്ല, ചിന്ന മറന്നു ഞാൻ എന്നെ മറന്നു. അപ്പൊ നമ്മള് മറന്നാൽ അത് നമ്മൾ മറക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? കണ്ണെന്തിനു വേണ്ടിയിട്ടാ? അല്ലെങ്കിൽ രണ്ട് കണ്ണെന്നീലേ, വിസാൻ ചുണ്ട് എന്നീലേ, വിസാൻ നാവ് എന്നീലേ, ശഫതേനോട് ചുണ്ട് നീലേ, എന്തിനാത്? ഓതി വായിച്ച് പഠിക്കാനാണ്. ഖുർആൻ ആദ്യത്തെ കൽപ്പന വായിച്ചു പഠിക്കുക. എന്താണ് വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, വായിച്ചു പഠിക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഖബറിൽ ചോദ്യോ മായിമുക്ക, ഞാൻ ഇൽമെന്താണ്? കറവത്തു, ഞാൻ വായിച്ചു പഠിച്ചു. കണ്ട, അതിന്റെ അർത്ഥം യോജിപ്പ് കണ്ട, വായിച്ചു പഠിക്കുക. കറവത്തു കണ്ട, ഖബറിന് ചോദിക്കുക. അപ്പൊ അതിന് ഗൗരവം നോക്കുക. ഒന്നാമത്തെ കൽപ്പന അതാണ്. ഒന്നാമത്തെ കൽപ്പന എന്താണ്? വായിച്ചു പഠിക്കാൻ, ഖുർആൻ വായിച്ചു പഠിക്കാനാണ് ഒന്നാമത്തെ കൽപ്പന. 13 വർഷക്കാലം വിശ്വാസം എന്ത് ചെയ്തു? ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. 13ാമത്തെ വർഷമാണ് ഇസ്ലാമിക രാജ്യം ഉണ്ടാകുന്നതും നമസ്കാരം 5 നമസ്കാരം നിർബന്ധമാക്കുന്നു. അതുവരെ ഖുർആൻ വായിച്ചു പഠിപ്പിക്കുകയായിരുന്നു. അല്ലാഹുവിനെ കൊണ്ട് എങ്ങനെ വിശ്വസിക്കേണ്ടത്, തൗഹീദ് എന്ത്, ശിർക്ക് എന്ത്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്ത്, എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്, ശുദ്ധീകരിപ്പിക്കുകയായിരുന്നു. ആരെ? ജാഹിലിയ്യ കാലത്തിലായിരുന്നു ഇന്ത്യയെന്ന്, അജ്ഞാത കാലഘട്ടത്തിൽ. എന്താ ലക്കും ലതാനുമില്ല ജീവിച്ചിരുന്നവരായിരുന്നു. അക്രമ പ്രവർത്തനങ്ങളും ശിർക്കും വിദഗ്ധകളും ജീവിച്ചിരുന്നതായിരുന്നു അറിയാൻ മക്കയിലുണ്ടായിരുന്ന മനുഷ്യന്മാര്. ഒരു ഖുർആൻ ഓതി കൽപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചെടുത്തു ആദ്യം. മനസ്സിലായില്ലേ? 5 നമസ്കാരം വരെ 13ാമത്തെ വർഷമാണ് എന്ത് ചെയ്ത് നിർബന്ധമാക്കിയത്. മനസ്സിലാണ്ട? അവരെന്ത് ചെയ്യുന്നു? അവർ സ്ഥിതിഗതികള് അവരും ഇബ്രാഹിം നബി ഇസ്ലാമിനും ഇസ്മായിൽ നബി ഇസ്ലാമിനും ഇത് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് എങ്ങനെ, എന്താണ് ആരാധന? അവരോട് സങ്കടം പറഞ്ഞുകൊണ്ട്, അവരോട് പാപവും നേരിക്കൊണ്ട്, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി കൊണ്ടിരിക്കുന്നവരായിരുന്നു. ആര്? മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങൾ. അത് മുശ്രിക്ക് ശിർക്ക് എന്ന് വരുന്ന പറയാം. അപ്പൊ 360ഓളം ബിംബങ്ങൾ മക്കയിൽ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ഓരോ ബിംബങ്ങൾ എന്താ? ഓരോ മഹാനും നമ്മൾ ഫോട്ടോ എടുക്കില്ല. ഇപ്പോ ഫോട്ടം വെച്ചാൽ എന്താ ഇതില്? എന്റെ ഫോട്ടം വെച്ചാൽ ഞാൻ, എന്റെ ഫോട്ടം വെച്ചാൽ എന്നമാതിരി ഈ 360 മഹാന്മാരുടെ ഫോട്ടോവിന് പകരം ഒരു ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇവര്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഫോട്ടോന് മുമ്പ് ചെന്നാല്, ആ ബിംബത്തിന് മുമ്പ് ചെന്നാൽ ഇപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ഞാൻ പറയുന്നു, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് ചെന്നാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട് ഞാൻ പറയുന്നു. ഇങ്ങനെയായിരുന്നു എന്ത് ചെയ്യുന്നത്? അവര് സങ്കടം പറഞ്ഞിരുന്നത്, മറ്റുപോയ മഹാന്മാരോട് സങ്കടം പറഞ്ഞിരുന്നവര്. അവര് രക്ഷ ജയിച്ചിരുന്നു, അവരോട് പാപവും തേടിയിരുന്നു, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അവരുടെ പേര് അറിയിച്ചിരുന്നു. ഇതൊക്കെ എന്താവുന്നു? ആരാധനകളാവുന്നു. ആരെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആരാധനയാകുന്നു. ആരാധനക്കാരൻ അല്ലാഹു ആകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അല്ലാഹു അല്ലാതെ ആരാധനക്കാരനെ മറ്റാരുമില്ല. അപ്പൊ ആരാധനകള്, അത് നേർച്ചകള്, പ്രാർത്ഥനകള്, പിന്നെ പാപമും തേട്ടങ്ങള്, അറിവുകള് മുഴുവനും ആർക്കായിരിക്കണം? അള്ളാഹുവിനായിരിക്കണം. കാരണം എന്താ? ആരാധനകൻ അള്ളാഹു മാത്രമാകുന്നു. റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ.
എന്നെ ആരാധിക്കുന്നതിന്, എന്നെ ദുആ ചെയ്യുന്നതിന് അഹംഭാവം നടിക്കുന്നവർ എന്നിരായും കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ അത് ആരാധനയാവുന്നു. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന. എന്താണ് ആരാധന? എങ്ങനെയാണ് ആരാധന? ദുആ വിളിയല്ല, സാധാരണ വിളിയല്ല. നമ്മൾ കണ്ടുകൊണ്ടും കൊട്ടിക്കൊണ്ടുള്ള ദുആ വിളി, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ദുആ എന്ന് പറയില്ല. ഇപ്പൊ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള സഹായപ്രാർത്ഥന, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായപ്രാർത്ഥന. മൊബൈൽ കൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ദുആ ഇല്ല. മനസ്സിലായ? മൊബൈൽ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഫോൺ ചെയ്താൽ ദുആ പോവുക. കാര്യം പറഞ്ഞാൽ ദുആ ഇല്ല. മൊബൈലും ഉണ്ടാവില്ല. ഒരാൾ ശബ്ദം കൊണ്ടുമല്ല, ശബ്ദം മുടിച്ചുകാണ്ട് വണ്ടിയോ ഒന്നും അറിയില്ല നമ്മള്. അപ്പൊ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ആൾക്കാർ വണ്ടി വരില്ലേ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല. അള്ളാഹുയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് കേൾക്കും. എന്താണ് നമ്മുടെ അവസ്ഥ നമ്മൾക്ക് അറിയും. അള്ളാഹു എന്ത് ചെയ്യും? ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കും, ഇല്ലെങ്കിൽ രക്ഷിക്കൂല. അതാണ് ഇഷ്ടമല്ലേ? നമ്മൾ തീയുന്നായിരിക്കണം, അപകടത്തിൽ നിന്നായിരിക്കണം, വെള്ളത്തിൽ നിന്നായിരിക്കണം. അള്ളാഹുയെ രക്ഷിക്കണേ, ഇത് ദുആയാണ്. അപ്പൊ നമ്മളെ ആഗ്രഹം എന്താ? അള്ളാഹ്ക്കറിയാം. നമ്മൾ എന്തേ പറഞ്ഞോ? നമ്മൾ എവിടെയെന്ന് പറഞ്ഞോ? വെള്ളത്തിലാണെന്ന് പറഞ്ഞോ, തീയിലാണെന്ന് പറഞ്ഞോ? ഞാൻ മനുഷ്യന്മാരോട് വണ്ടിയോ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് എന്തിനാ എന്ത് ചോദിച്ചില്ല നമ്മളോട്. അപ്പോൾ പറയും, ഞാനിതാ കുറെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുണ്ട്, എനിക്കെന്തേ സഹായിക്കണം, ഇവിടെ പുലി വരുന്നുണ്ട്, ആന വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം പറയും അവരോട് അല്ലേ? കൂടി വന്നാൽ അപ്പോഴല്ലേ വല്ല അറിയുള്ളൂ എന്തിനാ നമ്മൾ വന്നത്. അള്ളഹാനോട് അങ്ങനെ പറഞ്ഞ ആവശ്യം ഉണ്ടാ? അള്ളാഹുയെ രക്ഷിക്കുന്ന അള്ളാഹ് അവൻ മനസ്സിലുള്ള കാര്യം അറിയുന്നവനാണ്. ഇങ്ങനെ ഉള്ള വിളിച്ചിട്ടാണ് ദുആ എന്ന് പറയാം. ഇങ്ങനെയുള്ള അറിയുന്നവൻ ആരാ അറിയുള്ളൂ? അള്ളാഹ് മാത്രം. വൈബ് അറിയുന്നവൻ. നമ്മൾ മനസ്സിലെന്താ ഉള്ളത് അത് അള്ളാഹ്ക്ക് അറിയും. അപ്പൊ അള്ളാഹുയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്, ആരാധനയാവുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റൂല. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതും ദുആയാണ്. ദുആ അള്ളാഹുവിനെ അർപ്പിച്ചാൽ തൗഹീദ്. ദുആ അള്ളാഹു ഒഴികെയുള്ള ബദരീങ്ങളെ വിളിച്ചാൽ ശിർക്ക്. ബിംബങ്ങൾ ഉണ്ടായാലും ശരി, ബിംബങ്ങളില്ലെങ്കിൽ ശരി. സംസ്കാരം ബിംബങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. ബിംബായാലും ശരി, നബി ആയാലും ശരി, മരിച്ചവരായാലും ശരി, ജീവിച്ചിരിക്കുന്നവരായാലും ശരി, വൈബികൾക്ക് സാഹിത്യത്തിനാണോ, അദൃശ്യമായ അഭൂതിമായ സാഹിത്യത്തിനാണോ അതുണ്ടാവുന്നു? മലക്കായാലും ജിന്നായാലും ഒക്കെ ദുആ ആകുന്നു, ദുആ ആരാധനയാകുന്നു. ആരാധന അള്ളാഹു ആകുന്നു. ബിംബങ്ങളോട് ചോദിച്ചാൽ മാത്രമേ ആവുള്ളൂ. അങ്ങനെ ഉണ്ടാ സംസ്കാരം ഉണ്ടായാലും അല്ല. അള്ളാഹു മുഴുവനും അള്ളാഹുവിന്റെ സൃഷ്ടികളാവും. ഞങ്ങളൊക്കെ ഒറ്റ സമൂഹം സൃഷ്ടികള്. കല്ലായാലും വേണ്ടില്ല, സൂര്യനായാലും വേണ്ടില്ല, ചന്ദ്രനായാലും വേണ്ടില്ല, ഭൂമി തീയായാലും വേണ്ടില്ല, നബി ആയാലും വേണ്ടില്ല, മലക്കായാലും വേണ്ടില്ല, ജിന്നായാലും വേണ്ടില്ല, മനുഷ്യരായാലും വേണ്ടില്ല, മുഴുവനും ഒറ്റ സമൂഹം സൃഷ്ടികള്. അള്ളാഹു സൃഷ്ടാവും. അന റബ്ബുക്കും, ഞാനാണ് രക്ഷിതാവ്, ഞാനാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. കല്ലിനെ സൃഷ്ടിച്ച അള്ളയാണ്, നബിനെ സൃഷ്ടിച്ച അള്ളയാണ്, മനുഷ്യനും ജിന്നുകളെ മലക്കിലൊക്കെ സൃഷ്ടിച്ച അള്ളയാണ്. അള്ളാഹു സൃഷ്ടിച്ചു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മരിപ്പിക്കും മനുഷ്യന്മാരും ജിന്നുകളൊക്കെ തന്നെ ഇല്ലേ? ഇനി നാളെ പണ്ടാവ് വൃത്തിയിലേക്കും ആരാണ്? അള്ളാഹു ആണ്. അതാണ് അവിടെ സംരക്ഷിക്കുന്ന അള്ളാഹുവാണ്, ഇവിടെ സംരക്ഷിക്കുന്ന അള്ളാഹുവാണ്. അതാണ് പറഞ്ഞ അള്ളാഹു തരാം. അള്ളാഹു സൃഷ്ടികളൊക്കെ ഒറ്റ സമൂഹം, എല്ലാവരും സൃഷ്ടികള്. അനറബും, ഞാൻ രക്ഷിതാവ്. അപ്പൊ ആ രക്ഷിതാവായ അള്ളാഹുവിനോടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലാകണ്ട? മനസ്സിലാകണ്ട? ആയിപ്പെട്ട സൃഷ്ടികള്, അത് ബിംബങ്ങൾക്കായാലും ശരി, പ്രവാചകന്മാർക്കായാലും ശരി, ആർക്കായാലും ശരി, എന്താവുന്നു? ദുആയാണോ ആരാധനയാണോ? ഇത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് പരസ്പരം നമ്മൾ പറയണം. ഇങ്ങോട്ട് വാ, ഒരു വരി. അപ്പൊ ശബ്ദം കേട്ട് വന്നു. എന്തിന്റെ വിഷയം? അത് ദുആയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനോട് സഹായം ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോട് സഹായം ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനോട് സഹായം അങ്ങോട്ടും സഹായിച്ചിരുന്നു. അതെന്തല്ല? ദുആ അല്ല, ഉപയോഗിച്ചിട്ടില്ല. എന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് സഹായം ചോദിച്ചില്ല. ബദറിലുള്ള കുറെ ആള് സഹാബിമാരവിടെ ഇല്ലേ? ബദറിലുണ്ടേ സാഹിബിമാരെ പഠിപ്പിച്ചിക്കണ ഏതെങ്കിലും ആയത്ത് ഓതിക്കൊണ്ട് ആയത്ത് ഓതിക്കൊണ്ട് മരിച്ചവരോട് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് സമസ്തക്കാർ ഓതും. ആയത്ത് ആർക്കും ഇറങ്ങിയത്? വിശ്വാസത്തിലൊക്കെ സാഹിബിമാരോട് പറഞ്ഞോ അൽ മനസ്സിലെ ആയത്ത് ഇറങ്ങിയിരുന്നു, നിങ്ങൾ ചെയ്തോളി, മരിച്ചവരോട് ചോദിച്ചോളി എന്ന് പറഞ്ഞോ? ഇല്ല, പഠിപ്പിച്ചില്ല.
വലോ അന്നും ആയത്ത് തനിക്ക് ശേഷം നിങ്ങൾ നബിനോട് സഹായം ചെയ്യിച്ചോളൂ, വഫാത്തായ നബിനോട് ആരും ശരി ജീവിച്ചിരിക്കുന്നവരാലും ശരി നിങ്ങൾ എന്ത് ചെയ്തോളെ? എന്ത് ചെയ്തോളെ? പ്രാർത്ഥന രൂപ അബോധി വേദനകൾ പ്രാർത്ഥന ധരിക്കോളി. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാവാം, വഫാത്തായതിനു ശേഷം ആവാം എന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കണ. അവിടെ മക്കയിലുണ്ടായിരുന്നില്ലേ? അവിടെ ഇവിടെ ഉണ്ടായിരുന്നു മക്കയിൽ നിന്ന് ബദറില് ആരുണ്ട്? ശുഹദാക്കളുണ്ടായിരുന്നു, വഹദിൽ ശുഹദാക്കളുണ്ടായിരുന്നു. വരടങ്ങൾ സഹായം ചോദിച്ചോളിയും പാമ്പ് ധരിക്കോളിയും പഠിപ്പിച്ചു തന്നിക്കണ. ഇല്ല, ചെയ്യരുത്. വൈബിയായിരുന്നു സാഹബത്തിന് ദ്വാരൊന്നും ആരാധനയൊന്നും ആരാധന അള്ളാഹു ആണെന്ന് പഠിപ്പിച്ചത് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സാഹിബ് ചെയ്തിട്ടില്ല. കുല്ലു സാഹിബിമാര് രക്ഷിക്കാത്ത ഇബാദത്തുകൾ പിന്നീടുള്ള അനുഷ്ഠിക്കേണ്ടതില്ല. മനസ്സിലായ? അവരനുഷ്ഠിച്ചതായിരിക്കണം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. മുൻ മാതൃകയുള്ള കാര്യങ്ങൾ അതായിരിക്കും നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഇത് പറഞ്ഞ് മനസ്സിലാകണ്ട. നബിസ്വല്ലാഹു സാഹിബന്മാരും പ്രവർത്തിച്ചതായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് മാതൃകയില്ലാത്ത കാര്യം പ്രവർത്തിച്ചുകൂടാ. അങ്ങ് പ്രവർത്തിച്ചാൽ നിങ്ങൾ ഷർറായ കാര്യങ്ങളാകുന്നു. അത് ആരെ പറഞ്ഞു? നബിസ്വല്ലാഹു പറഞ്ഞു തന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പം ജന്മിതം കൊണ്ടാടുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾക്ക് നബിസ്വല്ലാഹു പഠിപ്പിച്ചത്. നബിസ്വല്ലാഹു ജന്മിതം കൊണ്ടാട് ഇല്ല. ക്രിസ്ത്യാനികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈസാ അലൈഹി ഇസ്ലാം ജന്മിതം കൊണ്ടാടുന്നു ക്രിസ്ത്യാനികൾ. നിസ്വാസിന്റെ പറഞ്ഞു മൻ തശബിഹ ഖൗമുൻ, ആരായി സമൂഹത്തെ സാധിച്ചു അവർ അതിൽപ്പെട്ടാണ്. അപ്പൊ ഇസ്ലാമിന് പുറത്തു പോകും. പോയില്ലേ? ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? ജമീനം കൊണ്ടാടുന്നു. ഇസ്ലാമിന്റെ ജമീനം കൊണ്ടാടുന്നു. നമ്മൾ വാലമായി ജമീനം കൊണ്ടാടിയാൽ നമ്മൾ വാല പോലെ ആയി. ഏത് സമുദായത്തിൽ സാധിച്ചുവോ അവർ അതിൽപ്പെട്ടതാണ്. നമ്മൾ ഇസ്ലാമിന് പുറത്തു പോകും. ഇസ്ലാമിന്റെ ഗൗരവം ഇസ്ലാം പറഞ്ഞു പല കാര്യം ഷർറായ കാര്യം പുതിയ മനസ്സിലാക്കിയത് ഇസ്ലാം പഠിപ്പിച്ചു തരാത്ത. സ്വർഗത്തിൽ കിടക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആര് പഠിപ്പിച്ചു തന്നു? ഇസ്ലാം പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എല്ലാ കാര്യങ്ങളും ആര് പഠിപ്പിച്ചു തന്നു? ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ഇനി എന്ത് വേണ്ട? അതൊന്നും കൂട്ടിച്ചേർക്കേണ്ടില്ല. കൂട്ടിച്ചേർത്താൽ കാര്യങ്ങൾ ഷർറായത് മഹത്വ പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. മാതൃകയില്ല നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഷർറാണ്. പുതിയ നിർമ്മിച്ചുണ്ടാക്കിയത് വിദാത്താണ്, വലാലത്താണ്, വൈശ മാർഗമാണ്. അത് എന്തായാലും ശരി, ദിക്റായാലും ശരി, സ്വലാത്തായാലും ശരി, ഇതൊക്കെ എന്താവുന്നു? ഷർറായ കാര്യങ്ങളാണ്, വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി ചെയ്താൽ നമ്മൾ അമലൊന്നും നമ്മൾ സ്വീകരിക്കില്ല. മാത്രമല്ല ഇത്തരം വിദ്യാർത്ഥികളിലൂടെയാണ് ശരിക്കും എത്തിപ്പെട്ടത്. ഇസ്ലാം പഠിപ്പിച്ചാത്ത കാര്യങ്ങൾ ചെയ്താൽ ശരിക്കും എത്തിപ്പെടും. മനുഷ്യനോട് സഹായം ചെയ്യിക്കല്, ഒപ്പാതെ ഒക്കെ ശരിക്കാണ്. എന്തേ ആരാൾക്ക് തോന്നിയത്? ആരാൾക്ക് എന്തെങ്കിലും ഒന്ന് ശരിക്കും പഠിപ്പിച്ചാൽ ശരിക്കും വരും. അതായത് ശരിക്കിലൂടെ ഇസ്ലാം പഠിപ്പിച്ച കാര്യം നമ്മൾ ചെയ്താൽ അത് വിദ്യാർത്ഥി. അത്തരം വിദ്യാർത്ഥികളിലൂടെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അത് കാരണം ഷർറായ കാര്യം നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു. ഉണ്ടാക്കിയ കാര്യങ്ങൾ വിദാത്താകുന്നു. വലാല എല്ലാ വിദാത്തും വയസ്സ് മാർക്കുമാകുന്നു. വിട്ടു നിൽക്കണം. പൊതുകൾ പറയുമ്പോൾ പറയാറുണ്ട് കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ. ശരീരപ്പെടാത്ത കാര്യങ്ങൾ, മാതൃകയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ. മാതൃകയുള്ള കാര്യമായിരിക്കും ചെയ്യേണ്ടത്. മനസ്സിലാണ്ട? പറഞ്ഞ മനസ്സിലാണ്ടേ? ഇപ്പൊ ജന്മിതം കൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ തോന്നും എന്തുകൊണ്ട് നമുക്ക് ജന്മിതം കൊണ്ടാടിക്കൂടെ? നമ്മുടെ വീടുകൾ അലങ്കരിച്ചുകൂടെ? നമ്മുടെ പള്ളികൾ അലങ്കരിച്ചുകൂടെ? നബിസ്വല്ലാഹു പഠിപ്പിച്ചതിന്റെ രണ്ടേ ആഘോഷം നബിസ്വല്ലാഹു പഠിപ്പിച്ചത്. ഒന്നേതാ? ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് വലിയ പെരുന്നാൾ. നിങ്ങൾ രണ്ടേ ആഘോഷങ്ങൾ. അതിലെന്തൊക്കെ ഉള്ളത്? നിസ്കാരങ്ങളാണ്, ദിക്ർ ദുആകളാണ്, തസ്ബീഹുകളാണ്. അത് നിങ്ങൾ ചെയ്തോളി. മനസ്സിലാകണ്ട? ഹറാമാൻ അല്ലാത്ത കാര്യമൊക്കെ നമുക്ക് എന്ത് അനുവദനീയമാണ്. ഹറാമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എന്തല്ല അനുവദനീയമാക്കപ്പെട്ടില്ല എപ്പോഴും. മനസ്സിലാകണ്ട? അതൊക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങള് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു വന്നത് 4 കാര്യങ്ങൾ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാകും. കാലം തന്നെയാണ് സത്യം. ഇന്ന നിസാന മനുഷ്യൻ നഷ്ടത്തിലാവുന്നു, നിശ്ചയം നഷ്ടത്തിലാവുന്നു, ഇല്ലല്ലേ ഇതിലാവുന്നു. വിശ്വസിച്ചൊഴികെ. അതായത് വിശ്വസിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്താ? പരിശുദ്ധ ഖുർആൻ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു?
അത് മുഴുവൻ വിശ്വസിക്കുക. അർത്ഥം അറിയണ്ടേ? അപ്പോൾ നമുക്ക് വിശ്വാസം പൂർത്തിയാവുള്ളൂ. പരിശുദ്ധ ഖുർആൻ അർത്ഥം വായിച്ചു പഠിക്കണം. മനസ്സിലായില്ല? അതിനെ എത്ര വായിച്ചു പഠിക്കുക എന്നാൽ ഖുർആൻ അവതരിപ്പിച്ചത്? വിശ്വസിച്ചൊഴികെ വിശ്വസിക്കണമെങ്കിൽ ഖുർആൻ ആണ് വിശ്വസിക്കേണ്ടത്. അർത്ഥം വായിച്ചു പഠിക്കണം. വാമിൽ സ്വാലിഹാറ്റി സൽക്കർമ്മം പ്രവർത്തിച്ചൊഴികെ സൽക്കർമ്മം പ്രവർത്തിച്ചത് എങ്ങനെ പ്രവർത്തിക്കുക? ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്ത് കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് എങ്ങനെ അതും നമ്മൾ പഠിച്ചണ്ടേ? വാമിൽ സ്വാലിഹാത്ത് സൽക്കർമ്മം പ്രവർത്തിച്ചവന് ഒഴികെ വിശ്വസിച്ചവരൊഴികെ സൽക്കർമ്മം പ്രവർത്തിച്ചൊഴികെ. അപ്പൊ സൽക്കർമ്മം പ്രവർത്തിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് മാതൃകയായി പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ചറിയണം. മനസ്സിലാണ്ട? അപ്പൊ അങ്ങനെയാണ് സാഹിബിമാർ പഠിച്ചിരുന്നത് ഖുർആന്. 10 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കും. അതെന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് പഠിക്കും. വിരോധിച്ച കാര്യങ്ങൾ വിട്ടു നിൽക്കാനുണ്ട് അത് പഠിച്ചും. അത് വിരോധിച്ച കാര്യങ്ങൾ വിട്ടുന്നുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധ കാര്യങ്ങൾ പ്രാവർത്തികമാക്കി സുന്നത്തെ കാര്യങ്ങൾ കഴിയുന്നത്ര ഈ പ്രാവർത്തികമാക്കി പിന്നെ 10 ആയത്ത് പഠിക്കും. പിന്നെ ആ 10 ആയത്തിൽ എന്തൊക്കെയുണ്ട് കൽപ്പനകൾ അത് പഠിക്കും. ആ അമലുകൾ പഠിക്കും. അങ്ങനെ എത്ര 84 സൂറത്തുകൾ ഒക്കെ ഏകദേശം 54 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു മക്കയിൽ. അതിന് ശേഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാവുന്നത്. ശേഷമാണ് 5 വക്ത് നിസ്കാരം പഠിപ്പിക്കുന്നത്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ധാരാളം മുഴുവൻ അള്ളാഹു പഠിപ്പിക്കുക തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും സൃഷ്ടികൾ പഠിപ്പിച്ച ശിർക്ക്. എന്താണ് സുന്നത്ത്, എന്താ ബിദഅത്ത് അത് പഠിപ്പിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽപ്പെട്ടത് നബി സുന്നത്ത് അസുന്ന നബിചര്യ അത് സുന്നത്തുൽ ജമാഅത്ത് അതിൻ്റെ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടില്ല, ചെയ്യാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ചിട്ട് സാഹിബ് ചെയ്തു അപ്പൊ വിരോധിച്ചിട്ടില്ല. ഇതാണ് സുന്നത്ത് തരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫെയില് അമ്ര ഫെയില് തഹരീർ എന്ന് പറയാം. അമ്ര കൽപ്പനകള്, ഫെയില് പ്രവർത്തിച്ച് തഹരീർ അനുവാദം. ഇതാണ് നബിചര്യ. അതെന്ത് ചെയ്യണം? അതാണ് നമ്മൾ ജീവിതത്തിൽ പാഠ്യമാക്കേണ്ടത്. മനസ്സിലായ? അത് പഠിപ്പിച്ചു തരാൻ ആരെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അവതരിപ്പിച്ചു, അത് പഠിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു വന്നു. എങ്ങനെയാണ് ഖുർആൻ അമൽ ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പിൻപറ്റണം. അപ്പോഴാണ് വാമിൽ സ്വാലിഹാത്ത് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ഒഴികെ. അപ്പൊ സൽക്കർമ്മം പ്രവർത്തിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ജീവിതത്തെ പാഠ്യമാക്കി എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം. അപ്പോൾ വിശ്വസിച്ച ഒഴികെ സാർ കാലം തന്നെയാണ് സത്യം. മനുഷ്യൻ നഷ്ടത്തിലാവുന്നു ഇല്ലല്ലേതിലാവുന്നു വിശ്വസിച്ചൊഴികെ. അറിയില്ലേ? അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് റസൂൽ പറഞ്ഞു മുഴുവൻ വിശ്വസിക്കണം. ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുഴുവൻ അനുസരിക്കണം. ഖുർആന്റെ വിശദീകരണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ ഹദീസുകൾ. അപ്പൊ അള്ളാഹ് പറഞ്ഞു വിശ്വസിക്കണം, അള്ളാഹ് റസൂൽ പറഞ്ഞു വിശ്വസിക്കണം. മനസ്സിലാണ്ട? പിന്നെ വാമിൽ സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു ഒഴികെ ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു അത് നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് പ്രകാരം കർമ്മങ്ങൾ ചെയ്യണം. മനസ്സിലായില്ലേ? ഓരോ കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് അത് പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മാതൃല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചുകൂടാ. അത് പ്രവർത്തിച്ചാൽ അതാണ് വിദ്യാർത്ഥി. ഉള്ള കാര്യം പ്രവർത്തിക്കണം, അതാണ് സുന്നത്ത്. മനസ്സിലായ? സുന്നത്തിന്റെ വിദ്യാർത്ഥി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരപ്പെട്ട കാര്യങ്ങൾ അത് സുന്നത്ത്. അസുന്നത്ത് ഫർള് സുന്നത്തല്ല, അസുന്നത്ത് നബിചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ പെടാത്ത കാര്യങ്ങൾ നല്ല നമ്മൾ ചെയ്താൽ വിദ്യാർത്ഥി. അത് കാര്യങ്ങൾ വെച്ച് ഷറായ കാര്യം. അപ്പൊ ശിർക്ക് വിദ്യാർത്ഥി. മനസ്സിലായ? ശിർക്ക് വിദ്യാർത്ഥി. മനസ്സിലാണ്ട? തൗഹീദ് ശിർക്ക്. തൗഹീദ് ആരാധനകൾ അല്ലാഹുവിനെ സമർപ്പിക്കുക. ശിർക്ക് ആരംഭപ്പെട്ട എന്തെങ്കിലും ഒന്ന് നേർച്ചകളോ യോവാനങ്ങളോ പ്രാർത്ഥനകളോ ശിർക്ക് അർപ്പിക്കുക. ശിർക്ക് ശുക്രമാനപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സുന്നത്ത് വിദ്യാർത്ഥി. സുന്നത്ത് ശരീരപ്പെട്ട കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ള കാര്യങ്ങൾ, അത് സുന്നത്ത് നബിചര്യ. അത് പ്രവർത്തിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്ത് മാറ്റി പറയാം. വിദ്യാർത്ഥി എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരപ്പെടാത്ത കാര്യങ്ങൾ, മരിച്ചവരോട് സഹായം ചെയ്യുക, ഉപാധ്യായ പ്രവാചകങ്ങളുടെ പാപം ഇടപോയ കാര്യങ്ങൾ. മനസ്സിലായ പറയുന്നത്? ജന്മിതം കൊണ്ടാടുക ഓരോ കാര്യങ്ങൾ. സ്കരിച്ച് ഇമാം ദ്വാരിക ആമീൻ പറയുക. മസ്ജിദ് ശേഷം അവർ എന്ത് ചെയ്യുക? വീട്ടിൽ വെച്ചിട്ട് മസ്ജിദിലെത്തി ഖുർആൻ ഓതുക, മയ്യിത്ത് കൊണ്ടുമ്പോൾ ദിക്ർ ചൊല്ലുക. ഓരോ കാര്യങ്ങളൊക്കെ ഖബറിലാണ് വെക്കുമ്പോഴത്തെ ബാരക്ക് ഓതുക. പിന്നെ ഒരാൾ ദ്വാരിക മാറ്റുക, ആമീൻ പറയുക. ഇതൊക്കെ എന്താവുന്നു? വിദ്യാർത്ഥാണ്. സ്വയം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളാണ്. പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാഠ്യമാക്കുക. അതാണ് നബിചര്യ. മനസ്സിലായ? അതിന് നബിചര്യ സുന്നത്ത് പറയും. അത്
സ്വീകരിച്ചവർക്ക് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് പറയും. അല്ലാത്തവർ നിസ്വം ശരീരപ്പെടാതെ നമ്മൾ നല്ലത് ചെയ്താൽ അത് ബിദഅത്ത്, ളലാലത്ത്. അങ്ങനെ ചെയ്താലോ, ബിദഅത്ത് ചെയ്താൽ അള്ളാഹു നമ്മുടെ അമലൊന്നും സ്വീകരിക്കില്ല. ഇതുവരെ ഉപേക്ഷിക്കുന്നവരെ ആരെ പറഞ്ഞു? വിശ്വാസം പറഞ്ഞു. അഷറുമൂർ മാത്രമല്ല ആ ബിദഅത്തിലൂടെ ശരിക്കും എത്തിപ്പെടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ് നമ്മൾ പറയാൻ കാരണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എന്താണ്? അസർ കാലം തന്നെയാണ് സത്യം. ഇന്ന് ഇൻസാന മനുഷ്യൻ നഷ്ടത്തിലാവുന്നു. ഇല്ലല്ലേ ജാവുന്നു ശേഷി വരാനില്ലേ? പരിശുദ്ധ ഖുർആനും യുടെ ഹദീസും പഠിച്ചറിയണം, വിശ്വസിക്കണം. ആ ഖുർആൻ അനുസരിച്ച് നിമിഷത്തേക്കനുസരിച്ച് ജീവിതം ബാധ്യമാക്കണം. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. എന്താ സത്യം? ഖുർആനും ഹദീസും എന്തൊക്കെയാണ് വിശ്വാസം പഠിപ്പിച്ചു തന്നു, അത് സത്യമാണ്. അത് നമ്മൾ ദിവാർത്ഥ്യമാക്കുക, ഉപദേശിച്ചു കൊടുക്കുക. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഞാൻ സ്വീകരിക്കുക, പ്രാവർത്തിയമാക്കുക, മത് കാണിച്ചു തരാം, നിങ്ങൾക്കും പഠിപ്പിച്ചു തരാം. മനസ്സിലായ? പരസ്പരം ഉപദേശിക്കുക. ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഇത് ചെയ്യാത്തവൻ പ്രയാസം വിചാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാവൂ. ഒരു തോന്നരുത്, രാത്രി പോയി കഴിച്ചരുത്. ഇതൊക്കെ ബിദ്അത്താണ്, വലാലത്താണ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തക്കാർ, ബന്ധുക്കാർ, കുടുംബക്കാരൊക്കെ നമുക്ക് എതിരാവും. വഹാബിയാണ്, വൈച്ചോറ് വഴി വിൽക്കുന്നവരാണെന്ന് സമസ്തക്കാർ പറഞ്ഞു കൊടുക്കുക. നമ്മളെ പറ്റി സലാം ചെല്ലണ്ട, നടക്കണ്ട, വിവാഹം ചോദിച്ചു വന്നാൽ കെട്ടിച്ചു കൊടുക്കണ്ട, വൈച്ചോര വൈകിച്ചോനാണ് എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുന്നു? ഒരു നമ്മളെ പറ്റി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അളവ് പറഞ്ഞ് ഒരു മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുടുംബക്കാർ. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇതേമാതിരി ഖുർആൻ ഹദീസ് ഓതി കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുരു തോന്നലിയും കാദ്യം കഴിച്ചില്ലേയും മറ്റൊരു സഹായം ചെയ്യിക്കലേയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം തേടില്ലേയും അത് ശിർക്കാണ്, ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ സമസ്തക്കാരെന്ന് പറയാ അങ്ങനെ തന്നെ ചെയ്യണം. അതെന്താ? ജായിസാണ്. എന്താണ്? ജായിസാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതാണ് എന്ന് പറഞ്ഞ് പ്രമേയം എഴുതി പാസ്സാക്കി. ആര്? സമസ്തക്കാര്. മനസ്സിലായ? എന്താ പ്രമേയം? കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്ന ഇതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ: ജന്മദിനം കൊണ്ടാടല്, പശുവിൽ സായം ചെയ്യല്, വഫാത്തായ പ്രവാചകൻ പാപം കേടല് തുടങ്ങി ധാരാളം അനാചാരങ്ങൾ, 33 അനാചാരങ്ങൾ ഇതിലുണ്ടാക്കി എന്ത് ചെയ്തു? സഭ കൂടി പാസ്സാക്കി. ക്രിസ്ത്യാനികൾ സഭ കൂടി പാസ്സാക്കിയ മാതിരി ഖുർആൻ ഒന്നും തെളിവില്ല. മനസ്സിലായ? അതുകൊണ്ട് അതാണ് പോലെ പ്രമേയം. നമ്മളെ പ്രമേയം എന്താണ്? ഖുർആൻ ഹദീസും നമ്മുടെ പ്രമേയം. നബി സാഹിബ് ചോദിച്ച മാർഗം എന്ത്? കാരണം പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എന്റെ സമൂഹം 73 പിരിയും, മുഴുവൻ നരകത്തിലാണെന്നാണ്. ആര് പറഞ്ഞു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം മുഴുവൻ നരകത്തിലാണ്. മുഴുവൻ ഇല്ല മില്ലത്ത് വാഹിദ, ഒരു പക്ഷി ഒഴികെ. അതാരെന്ന് ചോദിച്ചപ്പോ അങ്ങനെ പറയുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ ഏതോ മാർഗത്തിൽ ആ മാർഗം ഇസ്ലാം ദീന എന്ന ആയത്ത് അവതരിപ്പിച്ചോടുകൂടി ഈ പൂർത്തിയാക്കി. അതോടുകൂടി എന്ത് ചെയ്തു? കുറഞ്ഞ നാളുകൾ കഴിഞ്ഞ വഫാത്തായി. അപ്പോൾ പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ ഞാൻ എന്റെ സാഹിബും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, അവരാണ് സ്വർഗത്തിന് ആൾക്കാർ, ബാക്കി മുഴുവൻ നരകത്തിലാണ്. അപ്പൊ ഈ 72 കക്ഷികൾ നിസ്കരിക്കുന്നവരല്ലേ? അത് എന്റെ സമൂഹം പറയുന്നത്. നമ്മൾ എന്താണ് മുസ്ലിങ്ങളാണ് നിസ്കരിക്കുന്നതിനെ പറ്റി മുസ്ലിങ്ങളാണെങ്കിൽ എന്ത്? കാരണം നബി പഠിപ്പിച്ചു. എന്തേ തെളിവായി കൊണ്ട്? എന്താ തെളിവ്? നിസ്കരിക്കുന്നവർ മുസ്ലിമീങ്ങള്, നിസ്കരിക്കാത്തവര് കാഫിരീങ്ങള്. മനസ്സിലായ? അപ്പൊ ഈ നിസ്കരിക്കുന്നവര് തന്നെ പെട്ട ആളുകൾ ഒരു സംഘം മാത്രം സ്വർഗത്തിക്ക്. അതെന്താ? അവരെ പ്രമേയം അലൈഹി വസാബി, അല്ലെങ്കിൽ വസാബി. ഞാൻ എന്റെ സാബത്ത് ഏതൊരു മാർഗത്തിലാണോ, അല്ലെങ്കിൽ ഈ ദിവസം ഞാൻ എന്റെ സാബത്ത് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. ഇപ്പൊ നബിയും സാബത്തും ഏകദേശ മാർഗം, അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. അതാണ് നമ്മൾ പഠിച്ചറിയേണ്ടത്, അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് അസർ കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാൻ ഫീ ഖുസർ, മനുഷ്യൻ നഷ്ടത്തിലാവുന്നു. ഇല്ലല്ലദീനാമനൂ, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മം പ്രവർത്തിച്ചവരൊഴികെ. വിഷയം ഞാൻ നൽകിയിട്ടുണ്ട്. ആ സത്യം പരസ്പരം ഉപദേശിച്ചവരൊഴികെ, അത് ഉപേക്ഷിക്കുമ്പോൾ അത് ഉപദേശിക്കുന്നുണ്ടാവുന്ന പ്രയാസങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ക്ഷമിക്കുന്നവരൊഴികെ. ക്ഷമ കൊണ്ട് ഉപദേശിക്കുക, സത്യം കൊണ്ട് ഉപദേശിക്കുക. ഒക്കെ വിഷയം ഞാൻ നൽകിയിട്ടുണ്ട്.
ഈ കാര്യം ഇല്ലാത്ത നഷ്ടക്കാരനാണ്. എന്താ നഷ്ടപ്പെടുന്ന? സ്വർഗം. മനസ്സിലായ? എന്താണ് നഷ്ടം? വിശ്വസിക്കുക, സൽക്കർമ്മം പ്രവർത്തിക്കുക, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. മനസ്സിലായില്ലേ? വിഷയങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, ആവർത്തി നൽകിയിട്ടുണ്ട്. കുട്ടികളായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആവർത്തനം വിഷയം പറഞ്ഞ കാരണം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ പ്രതിജ്ഞ എന്താണോ അവിടെ നിൽക്കണം. എന്താണ് പ്രതിജ്ഞ? ഫാത്തിഹയിൽ ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ എന്താ പ്രതിജ്ഞ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചെയ്യുന്നു. എന്ത് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഫാത്തിഹ ഓതി നമ്മൾ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ അങ്ങനെ പറയാൻ കാരണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. അള്ളാഹിനോട് മാത്രം സഹായം തേടുള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉമ്മാനോട് ചോദിക്കണ്ടേ, എപ്പാനോട് ചോദിക്കണ്ടേ, വലിയപ്പാനോട് ചോദിക്കണ്ടേ, സഹായം ചോദിക്കണ്ടേ, സൈനന്മാരോട് സഹായം ചോദിക്കണ്ടേ? സഹായം വേണ്ടു. പക്ഷെ നമ്മൾ പറയാ ഫാത്തിഹ ഇന്ന മാത്രം ആരാധിക്കുകയും എന്നോട് മാത്രങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ ഒരു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇല്ല. എന്ത് കാരണം? ആരാധനയിൽപ്പെട്ട സഹായത്തിന് 2 തരമുണ്ട്. എന്താണ്? ഒന്ന് ആരാധനയിൽപ്പെട്ട സഹായത്തിനാ, മറ്റൊന്ന് ആരാധനപ്പെടാത്ത സഹായത്തിനാ. മനസ്സിലായ? പരസ്പരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും കാര്യകാലം ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ടെലിഫോണും കൂടി മക്കളുടെ സഹായത്തിന് അതെന്ത് ചെയ്യുന്നു? ഗുണകരമായ കാര്യത്തിന് നമ്മൾ പരസ്പരം ചോദിക്കാം, കുറ്റകരമായ കാര്യത്തിന് പാടില്ല കേട്ടാ. പുണ്യകരമായ കാര്യം പരസ്പരം നമുക്ക് സഹായം ചോദിക്കാം, കുറ്റകരമായ കാര്യത്തിന് സഹായം ചോദിക്കാനും പാടില്ല, സഹായിക്കാനും പാടില്ല. ഒരാൾ കണ്ടുപിടിക്കാൻ പൈസ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ട ഇല്ല. ഒരാൾ പെരയിൽ അരി വാങ്ങാൻ പൈസ ചോദിച്ചാൽ കൊടുക്കണം. അത് ഗുണകരമായ കാര്യം. മറ്റു കുറ്റകരമായ എനിക്ക് കള്ളു കുടിച്ചണം കുറച്ച് അയ്യോട്ട് കൊടുക്കരുത്, അത് ഹറാമാണ്. അത് പരസ്പരം നമ്മൾ ചോദിക്കുന്നു എന്ത് ഏതാന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള വർത്താനങ്ങൾ. അത് ദ്വായല്ല, സാഹിബേർക്കന. അത് പ്രാർത്ഥനയ്ക്കൊള്ളില്ല. പേര് ഏതാണ്? ഇയ്യാക നഅ്ബുദു, നിന്നെ ആരാധിക്കുന്നു. ഇയ്യാക നസ്തഈൻ വാവ് ചേർത്തിക്കൊണ്ട് പറഞ്ഞു ആരാധിക്കുകയും നിർത്താതെ. ഇയ്യാക നസ്തഈൻ എന്നോട് മാത്രമേ എന്നോട് സഹായം വെട്ടുകയും ചെയ്യുന്നു. ഏതാ? ആരാധനപ്പെട്ട സാഹിബേർക്കന, വൈബിയാണ് സാഹിബേർക്കന, മറഞ്ഞ സാഹിബേർക്കന, അദൃശ്യമായ സാഹിബേർക്കന. പ്രാർത്ഥന അത് ആരാധനയാകുന്നു എന്ന് പറഞ്ഞു സ്വയം പഠിപ്പിച്ചതല്ലോ. ആ പ്രാർത്ഥന ആരാധനയാകുന്നു. വൈബിയായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന സാഹിബേർക്കന. അള്ളാഹിനെ കാണുന്നുണ്ട? ഇല്ല. അള്ളാഹ് നമ്മളെ കാണുന്നു, നമ്മൾ പറയുന്നത് അറിയുന്നുണ്ട്, മനസ്സിലുള്ളത് അറിയുന്നുണ്ട്. ഇതാണ് ഞാൻ പറയുന്നില്ലേ? അത് ആരാധനയോ ആരാധനപ്പെട്ട സാഹിബിനോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ. അത് ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയാൻ കാരണം സാഹിബേർക്കന ആരാൽ പെട്ടത് അള്ളാഹുവിനോട് മാത്രം, പെടാത്തതുണ്ടല്ല നമുക്ക് ആരോടും ആവാം. മനസ്സിലായല്ലോ? അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഇല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല. അതുകൊണ്ടാണ് അദ്ദുആഉ ഇബാദ, അത് ആരാധനയാവുന്നു. മുസ്ലിം പഠിപ്പിച്ചു വന്നു. വൈബിയങ്ങൾക്ക് സാഹിബേർക്കന അത് ആരാധനയാവുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആരാധനപ്പെട്ട സാഹിബേർക്കന അള്ളാഹുവിനോട് മാത്രം. കാരണം അതിന്റെ ആരാധനയാവുന്നു, ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു. അള്ളാഹുവിനെ ആരാധന അർപ്പിക്കുക, അതാണ് തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും അള്ളാഹുവിനെ അർപ്പിച്ച് ശിർക്ക് വരും. അതുകൊണ്ടാണ് വൈബിയ സാഹിബേർക്കന നമ്മൾ മനസ്സിലെ കാര്യങ്ങൾ അറിയുന്നതിന് അള്ളാഹു മാത്രം. അത് ആരാധനക്കാരൻ അള്ളാഹു ആയതുകൊണ്ട് ആരാധനപ്പെട്ട സാഹിബേർ അള്ളാഹുവിന് മാത്രം എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യാൻ കാരണം. എന്നിട്ടോ നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവിനോട്, എന്താ? മുസ്തഖീം, ചൊവ്വായ പാലം ഞങ്ങളെ വഴി ചേരിക്കണമേ. അത് ആർക്കേ സാധിക്കുള്ളത്? അള്ളാഹുവിനെ സാധിക്കുള്ളൂ. മനസ്സിലാണ്ട? അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് സാധിക്കുമോ? ഇല്ല. ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. മനസ്സിലാണ്ട? അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, ഇതിന് സ്വറാത്തുൽ മുസ്തഖീം, സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. ആരാ അനുഗ്രഹിച്ചത്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സൂറത്ത് നിസാ 69-ാമത്തെ വാചകത്തിൽ പറയുണ്ടായി. ആരെ? അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. ഉമ്മൈതില്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ ഫൗലായിക കൂട്ടർ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ചു ചെയ്തവരുടെ കൂട്ടത്തിലായിരിക്കും. നബിയ്യീന, നബിമാരുടെ കൂട്ടത്തില്, വസ്ദിഖീന, സിദ്ദീഖുകളുടെ കൂട്ടത്തില്, സുഹദാക്കന്മാരുടെ കൂട്ടത്തില്, വസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തില് അവരുകൂടെ ആയിരിക്കും ഉണ്ടാവുക. എന്ത് ചെയ്യുക? അള്ളാഹ് പറഞ്ഞ അനുസരിക്കുക, അള്ളാഹ് റസൂൽ പറഞ്ഞ അനുസരിക്കുക. അള്ളാഹ് റസൂൽ നമ്മളനുസരിച്ചാൽ അങ്ങനെ ഖുർആൻ വന്നിട്ട് അള്ളാഹ് റസൂൽ നമ്മൾ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു. അങ്ങനെ നമ്മൾ
അനുസരിച്ചാൽ നമ്മൾ അല്ലാഹു തആല അനുഗ്രഹം ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ ഞങ്ങളെ വഴി ചേർക്കണമേ. എന്നിട്ടോ ഏത് വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. മനസ്സിലായില്ലേ? അനുഗ്രഹിച്ചവരുടെ പാത. വൈൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കട്ടൊരു പാത അല്ല. ഏതാ കോപ്പിട്ടൊരു പാത? ജൂത ക്രിസ്ത്യാനികളുടെ പാത. ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി, ജന്മദിനം കൊണ്ടാടല്, അങ്ങനെ അനാചാരങ്ങൾ ധാരാളം ഉണ്ടാക്കി. അവരെ ജൂത ക്രിസ്ത്യാനികള് അവരെ പാതല്ല, അവർ കോപ്പിക്കപ്പെട്ടവരാണ്. വിദ്യാർത്ഥികളും ശരിക്കും എന്ത് ചെയ്തു? ദീനിന് എന്ത് ചെയ്തു? ഇവര് ഉണ്ടാക്കി പുതിയ കാര്യങ്ങള്. വലിയ മഗ്ദൂബിയും അവർ കോപ്പിച്ചു. ആരെ? അല്ലാഹു തആല. വലിയ മഗ്ദൂബിയും കോപ്പിക്കൊണ്ടൊരു പാതയല്ല ജൂത ക്രിസ്ത്യാനികളുടെ പാത. അങ്ങനെ ഫലമായി നമ്മൾ ചെയ്താൽ വലുദ്രാത്തി മദാദ് മുത്തുബേത്ത് മദ്ദ റസൂൽ പഠിപ്പിച്ച കാലത്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മളും കോപ്പിക്കപ്പെട്ടു. മനസ്സിലായ? അവരുടെ പാതയല്ല. വലിയ മഗ്ദൂബിയും വഴിച്ചൊരു പാതയുമില്ല, വഴിവീഴ്ചയുടെ പാതയുമില്ല. ഏതാ വഴിവീഴ്ച പോയത്? ആരെ വഴിച്ചു പോയത്? ഖുർആൻ പഠിച്ചില്ല, വിശ്വാസം ശരീരം പഠിച്ചില്ല, നബി സാഹിബ് ചോദിച്ച് മാർഗം പഠിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്തു? ജനങ്ങൾ ചെയ്യുന്നമായത് പിശാചിന്റെ പ്രേരണ മുഖേന എന്ത് ചെയ്തു? ഖുർആൻ ഹദീസോ യാതൊരു പിൻബലവും ഇല്ലാതെ എന്ത് ചെയ്തു? പ്രവേശിച്ചു, ഒരു വഴിച്ചു പോയി, ദേഹച്ചകൻ ജീവിച്ചു. അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പാർത്യമാക്കിയില്ല. എന്ത്? തോന്നിവാസികളായി ജീവിച്ചു, വഴിച്ചു പോയി. ഖുർആൻ പഠിച്ചില്ല, ഹദീസ് പഠിച്ചില്ല, വിശ്വാസം ശരീരം പഠിച്ചില്ല, അതിന് ജീവൻ ചിട്ടപ്പെടുത്തിയില്ല. അള്ളാഹു അനുഗ്രഹം ചെയ്തൊരു പാത പഠിച്ചറിയാതെ എന്ത് ചെയ്ത്? തോന്നിവാസികളായി ജീവിച്ചു. മനസ്സിലായ? അവരുടെ പാതയല്ല, അവർ വഴിച്ചു പോയി. പിന്നെ ഏത് പാതയാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൽ മഗ്ദൂബി വലദ്ദാലീൻ. നമ്മൾ ആമീൻ പറയില്ലേ? നമ്മൾ ആമീൻ പറയണ്ട്. നീ അനുഗ്രഹിച്ചുള്ള പാത സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചുള്ള പാത, നബിമാരുടെ പാത, സിദ്ദീഖുകളുടെ പാത, സുഹാക്കന്മാരുടെ പാത, സ്വാലിഹീങ്ങളുടെ പാത, സ്വർഗത്തിന്റെ ആൾക്കാരുടെ പാത, നബിയും സാഹിബത്തും നബി സാഹിബത്തും ജീവിച്ച് മാതൃ കാണിച്ചിരുന്ന ആ പാത. ഞാൻ എൻ്റെ സാഹിബത്ത് ഏതോ മാർഗത്തിൽ ആ മാർഗം, അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിപ്പാക്കേണ്ടത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശ്വാസം മുഖേന പഠിപ്പിച്ചിരുന്ന ആ മാർഗം ഇത് സാബി, നമ്മളെ പ്രമേയം. ഞാനും എൻ്റെ സാഹിബത്ത് ഏതൊരു മാർഗം, ആ മാർഗം. മനസ്സിലായ? ഇസ്ലാം പറഞ്ഞു തന്നു. അതാണ് സ്വർഗത്തിന്റെ പാതയെ ഇസ്ലാം പഠിപ്പിച്ചത്. ആ മാർഗത്തിൽ പഠിച്ചറിഞ്ഞ് ജീവിച്ച് മാർഗമായി ജീവിച്ച് പോവാൻ നമുക്ക് തുടങ്ങുമാറട്ടെ. ആമീൻ. اللهم اغفر لنا المسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك بك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ به بك محمد صلى الله عليه وسلم. انت المستعان بك البلاء، لا حول ولا قوه الا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അള്ളാഹു ഈ പ്രയാസങ്ങൾ നിരക്കുകൾ ബുദ്ധിമുട്ട് ഞങ്ങൾ ധാരാളമായുണ്ട്. ഞങ്ങൾ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ആശുപത്രിയിലുള്ളവരുണ്ട്, അതേപോലെ തന്നെ ഐസിയുള്ളവരുണ്ട്. അജാതി പ്രയാസം നിരക്കുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അള്ളാഹുയെ അത് ഞങ്ങൾ പ്രയാസം നിരക്കുകൾ ബുദ്ധിമുട്ടൊക്കെ അള്ളാഹുയെ നിനക്കറിയാം. അതുകൊണ്ട് അത് അവകളിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾ തുറവി നൽകണമേ. അള്ളാഹുയെ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് അതേപോലെ തന്നെ സർവ്വജീവിതത്തിലും പരലോക ജീവിതം ഉണ്ടാകാൻ പോകുന്ന എല്ലാ പ്രയാസം ഞെരുക്കളിലും ഞങ്ങൾ തുറവി നൽകിക്കൊണ്ട് നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ കൂട്ടി ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.